ഏഥൻസിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നതിന് മുൻപ് കാശിയുണ്ടായിരുന്നു. റോം എന്ന നഗരം ജനങ്ങളുടെ മനസ്സിൽ പോലും ഇല്ലാതിരുന്ന കാലത്ത് കാശിയുണ്ടായിരുന്നു. ഈജിപ്റ്റ് നിലവിൽ വരുന്നതിന് മുൻപേ കാശിയുണ്ടായിരുന്നു. അതുകൊണ്ട് ശാസ്ത്രീയമായി നോക്കിയാൽ പ്രപഞ്ചവും സൂക്ഷ്മ ലോകവും തമ്മിൽ എങ്ങനെ ഒത്തുചേരുന്നു എന്നതിൻ്റെ പരിപൂർണമായ ഒരു ആവിഷ്കാരമാണത്. അവർ ഒരു നഗരത്തിൻ്റെ രൂപത്തിൽ ഒരു ഉപകരണം തന്നെ നിർമ്മിച്ചെടുത്തു. ഇത്തരമൊരു നഗരം സൃഷ്ടിക്കുക എന്നത് അത്യന്തം സാഹസികമായ ഒരു ലക്ഷ്യമായിരുന്നു. അവർ അത് പൂർത്തിയാക്കി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്. ഇന്നും സാധാരണക്കാർ പറയാറുണ്ട് കാശി ഭൂമിയിലല്ല, അത് ശിവന്റെ തൃശൂലത്തിൻ്റെ മുകളിലാണെന്ന്. കാരണം അവർ നിർമ്മിച്ച ഈ ഭൗതിക രൂപം അത്രമേൽ ശക്തമായ ഒരു ഊർജ്ജ രൂപം അവിടെ സൃഷ്ടിച്ചു. ആ ഊർജം ഭൂമിയിലല്ല, അതിനും മുകളിലാണ്. അതുകൊണ്ട് അവർ പറഞ്ഞത് കാശി ഭൂമിയിലല്ല, അത് അതിനും മുകളിലാണെന്ന്. അതിനാൽ ഈ മുഴുവൻ പ്രക്രിയയും ഒരു വലിയ മനുഷ്യ ശരീരം ഒരു വലിയ പ്രാപഞ്ചിക ശരീരത്തോട് സംവദിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ആവിഷ്കാരമാണ്. അതുകൊണ്ടാണ് ഈ പാരമ്പര്യമെല്ലാം ഉണ്ടായത്. നിങ്ങൾ കാശിയിലെത്തിയാൽ എല്ലാം അവിടെയുണ്ട്.